വി.ഡി. സതീശൻ വളരെ വികാര നിർഭരമായ വാക്കുകൾ കൊണ്ടാണ് പുത്തരിക്കണ്ടത്ത് അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന UDF അണികളെ അഭിസംബോധന ചെയ്തത്. അദ്ദേഹത്തിന്റെ കണ്ണു നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു പുതിയ കേരള മോഡൽ, അത് ഏത് കോർപ്പറേറ്റ് സംവിധാനത്തെയും വെല്ലുന്ന തരത്തിലുള്ള ഒരു പുതിയ കേരള മോഡൽ തന്നെയാണ് പ്രഖ്യാപിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീം UDF ആണ് ഇതിനെ നയിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ വി.ഡി. സതീശൻ ഞങ്ങൾ പ്രതിപക്ഷമല്ല, അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നവകേരളം എന്ന സംസ്ഥാന സർക്കാർ കുറെ നാളുകൾക്ക് മുൻപ് പ്രളയശേഷം തന്നെ മുന്നോട്ട് വെച്ച ഒരു കാഴ്ചപ്പാടാണ് നവകേരളം. അതിന് ഒരു പുതിയ കേരള മാതൃക മുന്നോട്ട് വെക്കുമെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, പക്ഷേ കൃത്യമായി എവിടെയാണോ ചെന്ന് തൊടേണ്ടത് ആ നിലയ്ക്ക് പറഞ്ഞു വെച്ചൊരിടത്താണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ വരുന്നത്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരള ജനതയെ കേരള രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യാൻ വരുമ്പോൾ എത്രത്തോളം ഒരു പ്രിസൈസ് ആയിരിക്കണമോ എന്ന കാര്യത്തിൽ രാഹുലിന്റെ പ്രസംഗം ആ നിലയ്ക്ക് പരുവപ്പെട്ടതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലാണ് തുടങ്ങിയത്. അത് വളരെ വിപുലമായ രീതിയിൽ വളരെ വിശാലമായി പോയതിനു ശേഷം മോദിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. മോദിയിലേക്ക് കേന്ദ്രീകരിച്ചതിന് ശേഷം നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ ട്രംപ് മോദി എന്ന ആ നിലയ്ക്കുള്ളൊരു ബന്ധമാണ് ഇവിടെ മോദി പിണറായി എന്ന നിലയ്ക്ക് പരിവർത്തനപ്പെടുന്നത് എന്ന് പറയുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി എന്തുകൊണ്ട് നിയമപരമായി കേന്ദ്ര സർക്കാരും ദേശീയ അന്വേഷണ ഏജൻസികളും നേരിടുന്നില്ല എന്നൊരു ചോദ്യം ആദ്യമായല്ല രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പറയുന്നത്. ഇതിനു മുൻപും ആ ചോദ്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ട്. വലിയ വിമർശനം LDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്.